ഹായ് ഓൾ, ഇത് നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ഒരു കല്യാണം കൂടിയതിൻ്റെ വീഡിയോ ആണ്. പൊന്നൂസിൻ്റെ കല്യാണം. നമ്മുടെ അയൽവാസിയാണ്. അങ്ങനെ കല്യാണത്തിൽ നിന്ന് നമ്മൾ പാർട്ടിക്ക് പോയതാണ്. ഞാനും അമ്മയും അനുബേട്ടനും പിന്നെ നമ്മുടെ കാശിക്കുട്ടനും. അപ്പോൾ ഇതാണ് ഐശ്വര്യ കല്യാണപ്പെണ്ണ്. അപ്പോൾ അവളെല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ പേര് അവിടെ ഉണ്ട്. എല്ലാവരും ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളും അവളൊപ്പം കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കാശിക്കുട്ടൻ അലമ്പാക്കിയപ്പോൾ നമ്മൾ വേഗം പോവുകയാണ് കേട്ടോ. പിറ്റേന്ന് ഞങ്ങൾ കല്യാണത്തിന് പോയി. വീട്ടിൽ വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ അവിടെ കല്യാണ മണ്ഡപമൊക്കെ ഒരുക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കാശിക്കുട്ടനും കൂടി ഒരു മൂലയിൽ സ്ഥലം പിടിച്ചു കല്യാണം കാണാൻ വേണ്ടിയിട്ട്. സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ഞങ്ങൾ സ്ഥലം പിടിച്ചു. അപ്പം ഞങ്ങളെടുത്ത സെൽഫീസൊക്കെയാണിത്. അങ്ങനെ നാട്ടിൽ പോയിട്ട് ആദ്യമായിട്ടാണ് കാശിക്കുട്ടൻ ഒരു കല്യാണത്തിനൊക്കെ കൂടുന്നത്. കല്യാണച്ചക്കനൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ കല്യാണപ്പെണ്ണ് ഒരുങ്ങി ഇതാ ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ നിന്നതിൻ്റെ സൈഡിൽ തന്നെ ഇതാ ഈ വീഡിയോഗ്രാഫേഴ്സിൻ്റെ ഈ വൈറ്റ് ലൈറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു. കാശിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കച്ചറയാക്കുന്നുണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല, അവൻ രാവിലെ അധികം ഒന്നും കഴിക്കാത്തതുകൊണ്ട് അവൻ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണപ്പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ ആ ചെക്കനും മണ്ഡപത്തിൽ കയറി. ഇത് ഞാൻ വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത് എടുത്ത വീഡിയോ അല്ല, ചുമ്മാ വെറുതെ എടുത്ത വീഡിയോ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കല്യാണ മണ്ഡപത്തിന്റെ സൈഡിൽ തന്നെ നിന്നുകൊണ്ട് നന്നായിട്ട് കല്യാണം കാണാൻ പറ്റി. കല്യാണം കഴിയുന്നവരെ കാശിക്കൊണ്ട് ഒരു വിധത്തിൽ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവനെയും കൊണ്ട് വേഗം അവൻ എന്തെങ്കിലും കൊടുക്കാൻ ഓർത്തിട്ട് പോയി. ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ്റെ അച്ഛൻ അവനാദ്യം പായസം എടുത്തു കൊടുത്തു. അവനങ്ങനെ പായസം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെയാണ് ആരോ പറഞ്ഞത് ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ളവർ എന്തോ കലാപരിപാടി അവിടെ നടത്തുന്നുണ്ടെന്ന്. അങ്ങനെ അത് കാണാമെന്ന് വെച്ചാൽ ഞങ്ങൾ ഓടി ചെന്നപ്പോൾ ഇതാണ് കാഴ്ച. പിന്നെ നമ്മൾ വേഗം പോയി ഫുഡ് അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോവാമെന്ന് വിചാരിച്ച് കാശിക്കൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പോവാ പറഞ്ഞിട്ട്. അവിടുന്ന് അങ്ങനെ വീട്ടിലേക്ക് കുറച്ച് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓരോ കഥ പറഞ്ഞു പോകുമ്പോഴാണ് കേശുവിൻ്റെ വീട് കണ്ടത്. കേശുവിൻ്റെ വീട് പോണോ? അത് ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.